ഉസ്താദിപ്പോൾ പറഞ്ഞു വരുന്നത് മാക്രോ എവല്യൂഷൻ അത് തെളിയിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ഇനിയൊരു കാലത്തും അത് തെളിയിക്കപ്പെടുകയില്ല എന്നാണോ? അങ്ങനെ സാധ്യമല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. മാക്രോ എവല്യൂഷൻ ഒരു നിലക്കും സാധ്യമല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നിലവിൽ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. മൈക്രോ എവല്യൂഷൻ തെളിയിച്ചു എന്നതുകൊണ്ട് അത് മാക്രോ എവല്യൂഷൻ നടക്കാനുള്ള തെളിവാണ് എന്ന് പറയാൻ പറ്റില്ല. അതിന് പരിമിതികൾ ഉണ്ടാകാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻ്റലിജൻറ്റ് ഡിസൈൻ ആർഗ്യുമെൻ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെയുള്ളൊരു ONV കവിത സാധ്യമാകില്ല എന്നല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെയാണിത് സാധ്യമാകുന്നത്? അല്ല, ഇന്റലിജന്റ് ഡിസൈൻ ആർഗ്യുമെന്റ് വെച്ചുകൊണ്ട് പറയുന്നത് എന്താ? ഈ മാക്രോ എവല്യൂഷൻ സാധ്യമല്ല എന്നല്ല നമ്മൾ പറയുന്നത്. കുറെ തവണ നമ്മൾ പറഞ്ഞു ഉദാഹരണം, ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ONVയുടെ കവിത ഉണ്ടാവുകയില്ല, ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നല്ല. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഡിസൈനർ വേണം എന്നേ നമുക്ക് വാദമുള്ളൂ. അപ്പൊ മാക്രോ എവല്യൂഷൻ സംഭവിക്കാം. ഇങ്ങനെ മാക്രോ എവല്യൂഷൻ സംഭവിക്കണമെങ്കിലും ഇത്ര സിസ്റ്റമാറ്റിക് ആയ വ്യവസ്ഥാപിതമായ രീതിയിൽ ജീവജാലങ്ങൾ രൂപപ്പെടണമെങ്കിൽ അത് മാക്രോ എവല്യൂഷനിലൂടെയാണ് രൂപപ്പെടുന്നത് എങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു സൂത്രധാരൻ, ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള പിന്നെ കഴിവുള്ള ഒരു സൂത്രധാരൻ, ഒരു ഡിസൈനർ ആവശ്യമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഡിസൈനർ ഇല്ലാതെ ഇങ്ങനെ രൂപപ്പെടുന്നതാണ് അസംഭവ്യം എന്ന് ഇന്റലിജന്റ് ഡിസൈൻ ആർഗ്യുമെന്റ് വെച്ച് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് മാക്രോ എവല്യൂഷൻ ഒരിക്കലും സാധ്യമല്ല, ഇവിടെ നടന്നിട്ടില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഓക്കെ, രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. മാക്രോ എവല്യൂഷൻ തെളിയിച്ചിട്ടില്ല എന്ന് പറയുന്നത് മാക്രോ എവല്യൂഷൻ നടന്നിട്ടില്ല എന്നതല്ല അതിന്റെ അർത്ഥം. നടന്നോ ഇല്ലെന്ന് തെളിയിക്കണം. ഇപ്പൊ നടന്നോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അതിൽ ആജ്ഞാവാദിയാണ് നമ്മൾ. മാക്രോ എവല്യൂഷൻ നടന്നു എന്നും നടന്നിട്ടില്ല എന്നും നമുക്ക് തെളിഞ്ഞിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടുമാകാം. മാക്രോ എവല്യൂഷൻ നടക്കണമെങ്കിൽ, നടന്നു എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാൾ വേണം, എന്തൊരു സൂത്രധാരൻ ഉണ്ടായിരിക്കും എന്നേ നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പരിണാമ സിദ്ധാന്തം തന്നെ പൂർണ്ണമായി അംഗീകരിക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല എന്നല്ല വരുന്നേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിന് ഇതുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലേ എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. നമ്മൾ ദൈവാസ്തിക്യത്തിന്റെ ചർച്ചയിലാണ് ഇപ്പം നിലവിലുള്ളത്. പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് വേണോ വേണ്ടേ, എങ്ങനെയുള്ള സൃഷ്ടാവാകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നതും. ഇനി കൂടുതൽ ഒന്നുകൂടി ഗഹനമായിട്ട് 1-2 ക്ലാസ്സുകൾ കഴിയുമ്പോൾ ഇൽമുൽ കലാമിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. അപ്പോ ഇവിടെ ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ഒരു ദൈവം എന്ന അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറയുന്നൊരു കൺസെപ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. മറിച്ച് ഇസ്ലാം എന്ന് പറയുമ്പോൾ അവിടെ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, ഖുർആനുണ്ട്, ഹദീസുകളുണ്ട്, ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര നിയമങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇസ്ലാം എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ മാക്രോ എവല്യൂഷൻ നടന്നു എന്നത് മാത്രം ഇസ്ലാമിനെതിരല്ല. പക്ഷെ അവിടെ ഇസ്ലാം എന്തു പറയുന്നു എന്ന് ചോദിച്ചാൽ ഇസ്ലാം ഇവിടെ ഒന്നും പറയുന്നില്ല. പൊതുവെ ജീവജാലങ്ങളെ എങ്ങനെ ഇവിടെ അള്ളാഹു സംവിധാനിച്ചു എന്നത് ഇസ്ലാം കൃത്യമായി പറയുന്നില്ല. ആദം നബീനെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കി എന്നൊക്കെ പറയുന്നതോ? അതെ, മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു തആല കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. മനുഷ്യൻ മറ്റേതോ ജീവജാലങ്ങളുടെ തുടർച്ചയായി രൂപപ്പെട്ടതല്ല. എവല്യൂഷൻ എന്നത് കേവലം മനുഷ്യന്റെ മനുഷ്യന്റെ രൂപമാറ്റങ്ങളെ പറ്റി മാത്രം പ്രതിപാദിക്കുന്നതല്ല. ഇന്നത്തെ ആനകൾ എങ്ങനെ ഉണ്ടായി, ജിറാഫ് എങ്ങനെ ഉണ്ടായി, ഇന്ന് ഉള്ള എല്ലാ ജീവജാലങ്ങളും വന്ന വഴിയാണ് എവല്യൂഷനിലൂടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ മനുഷ്യേതര ജീവജാലങ്ങളൊക്കെ മാക്രോ എവല്യൂഷനിലൂടെ ഉണ്ടായതാവാൻ സാധ്യതയുണ്ട്.
സാധ്യതയുണ്ട് മീൻസ് ഇസ്ലാമിന് അതിനോട് യാതൊരു വിരോധവുമില്ല. ഇവിടെ ജിറാഫ് ഉണ്ടായത് മുമ്പ് മറ്റൊരു ജീവജാലം ഉണ്ടായിരുന്നു. അതിങ്ങനെ ആ സ്ഥലങ്ങളിൽ ഉയരങ്ങളിലാണ് അതിൻ്റെ ഇലകളും മരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഉയരത്തിലുള്ള ഇലകൾ കഴിക്കാൻ വേണ്ടി കഴുത്ത് നീട്ടി 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 ഇങ്ങനെ കുറേ നൂറ്റാണ്ടുകൾ കൊണ്ട് കഴുത്ത് നീണ്ട ഒരു വിഭാഗമായി ജിറാഫ് പരിണമിച്ചുണ്ടായതാണ് എന്ന് തെളിയിക്കുന്നത് കൊണ്ട് ഇസ്ലാമിന് യാതൊരു പോറലും ഇല്ല. എന്നാൽ മനുഷ്യൻ മറ്റൊരു ജീവിയിൽ നിന്ന് ഇങ്ങനെ ഒരു കുരങ്ങ് സമാനമായ ഒരു ജീവിയിൽ നിന്ന് ഇങ്ങനെ പരിണമിച്ച് മനുഷ്യൻ രൂപപ്പെട്ടു എന്ന് പറയുന്നിടത്ത് ഇസ്ലാമിന് വിയോജിപ്പുണ്ട്. കാരണം മനുഷ്യനെ ഇതൊക്കെ അള്ളാഹുവാണല്ലോ സംവിധാനിക്കുന്നത്. അള്ളാഹു മനുഷ്യനെ എങ്ങനെയാണ് ഇവിടെ പടച്ചത് എന്ന് കൃത്യമായി ഇസ്ലാം ഖുർആനിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. സൂറത്തു നിസായിലൂടെ അള്ളാഹു തആല പറയുന്നത് കാണാം, അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങളെ ഒരു ശരീരത്തിൽ നിന്ന് പടച്ചവനാണ് അള്ളാഹു തആല. വഖലഖ മിൻഹാ സൗജഹ, ആ ശരീരത്തിൽ നിന്ന് അതിൻ്റെ ഇണയെയും സൃഷ്ടിച്ചു. വബസഫീഹിമാ റിജാലൻ കസീറൻ വനിസാഅ, ഒരുപാട് പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ അതിൽ നിന്ന് പിന്നീട് പടച്ചു. അങ്ങനെ നിങ്ങൾ ഒരു മാതാപിതാക്കളിൽ നിന്നാണ് മനുഷ്യനെ പടച്ചത് എന്നും സൂറത്തു നിസായിൽ മാത്രമല്ല സമാനമായി പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. മാത്രമല്ല ആദം അലൈഹിസ്സലാമിനെയും ഹവ്വ ബീവിയെ അൻഹയെയും ഒക്കെ അള്ളാഹു തആല പടച്ചതും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചതുമൊക്കെയായ കഥകൾ വിശദമായി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യനെ അള്ളാഹു തആല സംവിധാനിച്ചത് ഒരു സ്പെഷ്യൽ ക്രിയേഷനാണ് എന്നത് ഖുർആനിലൂടെ വളരെ വ്യക്തമായി അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. മറ്റു ജീവജാലങ്ങളെ പറ്റി എങ്ങനെയാണ് അള്ളാഹു പടച്ചതെന്ന് പറയുന്നില്ല. അതുകൊണ്ട് മാക്രോ എവല്യൂഷൻ ആവാം, ഇനി മറ്റെന്തെങ്കിലും സാധ്യതകളാവാം, ഇനി എല്ലാത്തിനെയും നേരെ സൃഷ്ടിച്ചതാവാം. ഇതിനൊന്നും ഇസ്ലാമിന് യാതൊരു വിരോധവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, മാക്രോ എവല്യൂഷനും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനും പരിണമിച്ചുണ്ടായതാണെന്ന് വരൂലേ? അഥവാ മറ്റൊരു ജീവിയിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണെന്ന് മനുഷ്യന് അംഗീകരിക്കേണ്ടി വരില്ലേ? അങ്ങനെയൊന്നും പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അതായത് പൊതുവെ ജീവജാലങ്ങളെ മാക്രോ എവല്യൂഷനിലൂടെ അള്ളാഹു തആല പടച്ചു. അപ്പോൾ ഓരോ ജീവജാലങ്ങളെയും മറ്റൊരു ജീവികളിൽ നിന്ന് ഇങ്ങനെ പരിണമിച്ചുണ്ടാക്കി. മനുഷ്യനെ അള്ളാഹു തആല സ്പെഷ്യൽ ഒരു ക്രിയേഷൻ ആക്കിയും ഉണ്ടാക്കി. ഇങ്ങനെ ഉണ്ടാകുന്നതിന് എന്താ കുഴപ്പം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു ഹദീസ് പറയുന്നത് കാണാൻ സാധിക്കും. ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി, ആദം അലൈഹിസ്സലാമിനെ ആദം നബിയുടെ ഈ രൂപത്തിൽ തന്നെ പടച്ചു. ആദം നബി അലൈഹിസ്സലാം മനുഷ്യനെ നേരെ മനുഷ്യന്റെ രൂപത്തിൽ പടച്ചു. മനുഷ്യന്റെ രൂപത്തിൽ പടച്ചു എന്ന് പറയുന്നതിൻ്റെ എന്താ പ്രസക്തി? എല്ലാ ജീവിയെയും അതാത് ജീവിയുടെ രൂപത്തിൽ തന്നെ അല്ലേ പടയ്ക്കുന്നത്? അല്ല, ജിറാഫിനെ പടച്ചത് ജിറാഫിന്റെ രൂപത്തിലല്ലായിരുന്നു. ഒരു ഏകകോശ ജീവിയിൽ നിന്ന് ഇങ്ങനെ പരിണമിച്ച് അവസാനം ജിറാഫായി വന്നതാണ്. ഇങ്ങനെ ഓരോ ജീവജാലങ്ങളും മറ്റൊരു രൂപത്തിൽ തുടങ്ങി ഈ രൂപത്തിൽ അവസാനിച്ചതാണ്. അതേ സമയത്ത് അവസാനിച്ചു എന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ എത്തിപ്പെടുന്നു മാത്രം. അതേസമയത്ത് മനുഷ്യനെ മറ്റൊരു ജീവിയുടെ രൂപത്തിൽ നിന്ന് എത്തിപ്പെട്ടതല്ല മനുഷ്യൻ, മറിച്ച് മനുഷ്യനെ അള്ളാഹു മനുഷ്യന്റെ രൂപത്തിൽ തന്നെ പടച്ചതാണ് എന്ന് ഈ ഹദീസുകൾക്ക് വ്യാഖ്യാനം കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് മറ്റു ജീവജാലങ്ങൾ പരിണാമത്തിൽ നിന്നാണ് എന്നൊന്നും ഇസ്ലാം പറയുന്നില്ല. അത് ശാസ്ത്രം പറയേണ്ട ഒരു കാര്യമാണ്, ഭൗതികമായൊരു വിജ്ഞാനമാണ്. അതെങ്ങനെയാണ് പടച്ചത് എന്ന് ശാസ്ത്രമാണ് പറയേണ്ടത്, ഭൗതിക ശാസ്ത്രമാണ് ഭൗതികമായ കാര്യങ്ങൾ പറയേണ്ടത്. ഖുർആനിലും ഹദീസിലും ഒക്കെ വ്യക്തമായി എതിരഭിപ്രായങ്ങളില്ലാത്ത വിധം സ്ഥിരപ്പെട്ട കാര്യങ്ങൾ അത് അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനെതിരെ ഒരിക്കലും ശാസ്ത്രം തെളിയിക്കുകയില്ല. അപ്പം മനുഷ്യനെ അള്ളാഹു തആല മനുഷ്യന്റെ രൂപത്തിൽ തന്നെയാണ് പടച്ചത്. മാക്രോ എവല്യൂഷൻ തെളിയിച്ചു എന്ന് കൂട്ടുക. എന്നാലും മനുഷ്യനെ അള്ളാഹു ആ ജീവിയുടെ പരിണാമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മനുഷ്യനെ പടച്ചതെന്ന് ഒരിക്കലും ശാസ്ത്രത്തിന് തെളിയിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ശാസ്ത്രത്തിന് ഇപ്പൊ പരമാവധി എങ്ങനെ തെളിയിക്കാൻ കഴിയുക? അതിൻ്റെ അങ്ങനെ ഹിസ്റ്ററി വീഡിയോ ഒന്നും കാണിക്കാൻ സയൻസിന് കഴിയില്ലല്ലോ. നിർമ്മിക്കുന്നതിനെ പറ്റിയല്ല പറഞ്ഞത്, ഒറിജിനൽ കാണിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് മനുഷ്യനോട് സമാനമായ ജീവജാലങ്ങൾ ഉണ്ടായിരുന്നിക്കാം. മനുഷ്യനെ പടക്കുന്നതിന് മുമ്പ് മനുഷ്യനോട് സമാനമായ, ഇനി സയൻസ് പറയുന്നതനുസരിച്ച് ആസ്ട്രലോപിത്തേക്കസും പിത്തേക്കാത്തോറപ്പസും നിയാൻഡർതാൽ ഹോമോ നിയാൻഡർതാലും ഒക്കെ ഇവിടെ മനുഷ്യപ്പിറവിക്ക് മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരിക്കാം.
അതിനൊന്നും ഇസ്ലാമിനെതിരില്ല. ആ നിയാണ്ടർതാൽ മനുഷ്യന്റെ പരമ്പരയാണ്, പേരക്കുട്ടികളാണ് നമ്മൾ എന്ന് സയൻസിന് തെളിയിക്കാൻ കഴിയില്ല. ഓക്കെ, മനുഷ്യൻ എന്ന് പറയുന്നത് എന്താ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹോമോ സാപ്പിയൻസ് എന്നാണ് ശാസ്ത്രീയമായിട്ട് പറയാം. അഥവാ നമ്മുടെ കിതാബുകളിൽ കാണാം ഹൈവാനു നാത്തിഖ്. നാത്തിഖ് എന്ന് പറയുന്നത് ബുദ്ധിയുടെ വളർച്ച പൂർത്തിയായ ഒരു വിഭാഗമാണ്. അവർക്ക് 2 കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ 2 ചേർത്ത് മൂന്നാമതൊരു കാര്യം കണ്ടെത്താൻ കഴിയും. ഈ 3 ചേർത്തുകൊണ്ട് അടുത്ത 4ാമത്തെ ആലോചിക്കാൻ കഴിയും. ഇങ്ങനെ ഡെവലപ്പായി പോകാനുള്ള കപ്പാസിറ്റി ഉള്ള ജീവിവർഗമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ 1000 വർഷം മുമ്പുള്ള മനുഷ്യനും ഇന്നത്തെ മനുഷ്യനും അവന്റെ പ്രവൃത്തിയിലും ബുദ്ധിയിലും എന്താ പറയാ അവന്റെ ഇടപെടലിലും വലിയ വ്യത്യാസമുണ്ട്. 1000 വർഷം മുമ്പുള്ള വീടല്ല മനുഷ്യൻ ഇന്നുള്ളത്. 1000 വർഷം മുമ്പുള്ള വാഹനമല്ല ഇന്ന് മനുഷ്യനെ ഉപയോഗിക്കുന്നത്. കാരണം ഡെവലപ്പായി ഇങ്ങനെ പോവുകയാണ്. 1000 വർഷം മുമ്പുള്ള കാക്ക, ആ കാക്കക്കൂടും ഇന്നത്തെ കാക്കക്കൂടും സെയിമാണ്. ആ കാക്കമെല്ലാം പുരോഗമിച്ച് താഴ്ഭാഗത്ത് മാത്രമുള്ള ഈ കാക്കക്കൂടൊന്നിങ്ങനെ ഒരു മഴ പെയ്യുമ്പോൾ നനയാതിരിക്കാൻ വേണ്ടി അതിനൊരു എന്താ പറയാ മേൽക്കൂര പണിയുക, അങ്ങനെ ചെയ്യില്ല. മേൽക്കൂര പണിയുന്ന ജീവികളുണ്ട്. അത് പണ്ട് മുതലേ മേൽക്കൂരകൾ പണിതുകൊണ്ടാണ് അവരുടെ വീടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു പുരോഗതിയും അതിലൊരു മാറ്റവും അവർക്ക് ഉണ്ടാകുന്നില്ല. കാരണം അവരുടെ ബുദ്ധി ഒരു ഫിക്സഡ് ബുദ്ധിയാണ്. അതിൽ നിന്ന് പുരോഗമിക്കാൻ അവർക്ക് കഴിയില്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. ഈ പുരോഗമന ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യൻ അത് ഇതര ജീവികളിൽ നിന്ന് പരിണമിച്ചുണ്ടായതല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് അല്ലാഹു തആല സ്പെഷ്യലായി നിർമ്മിച്ച നിർമ്മാണം തന്നെയാണ് മനുഷ്യൻ.